ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. ഷൊർണൂർ നഗരസഭ നിർമ്മിച്ച അഭയകേന്ദ്രം തുടങ്ങുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം. പദ്ധതിയുടെ ലക്ഷ്യം വഴിയോരത്ത് കഴിയുന്നവർക്ക് രാത്രി അഭയം നൽകുക എന്നതാണ്. എന്നാൽ ഇതിന് ഡോക്ടർ, നഴ്സ്, പാചകക്കാരി, സുരക്ഷാ ജീവനക്കാരൻ എന്നിവർ ആവശ്യമാണ്. ഇവരെ നിയമിക്കാനും അവർക്ക് ശമ്പളം നൽകാനും നഗരസഭയ്ക്ക് കഴിയില്ല. മാത്രമല്ല, ഇവർക്ക് പ്ലാൻ ഫണ്ടിൽ നിന്നും വേതനം നൽകാനാവില്ലെന്നതാണ് ഓഡിറ്റിംഗ് വിഭാഗം നൽകുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ അഭയകേന്ദ്രം നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം കഴിഞ്ഞ 1 വർഷം പിന്നിട്ടെങ്കിലും തുറന്നു നൽകാനായിട്ടില്ല. പകൽ സമയത്ത് വഴിയോരത്ത് കഴിയുന്നവർക്ക് രാത്രി അഭയം നൽകുമ്പോഴുണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ടും നഗരസഭ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതെല്ലാം മറികടക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് നഗരസഭ. ദേശീയ നഗര ഉപജീവന മിഷൻ പദ്ധതിയിലൂടെ കുടുംബശ്രീ മിഷൻ വഴിയാണ് അഭയകേന്ദ്രം നിർമ്മിച്ചത്. 2 നില കെട്ടിടത്തിനായി ആദ്യഘട്ടത്തിൽ പ്രീഫബ് സംവിധാനത്തിൽ തുടങ്ങിയെങ്കിലും കരാറുകാരൻ ഉപേക്ഷിച്ചു. പിന്നീട് കോൺക്രീറ്റ് കെട്ടിടമായി മാറ്റുകയായിരുന്നു. ഇതിനായി 2 ഘട്ടങ്ങളിലായി 2.5 കോടി രൂപ ചെലവഴിച്ചു. മഞ്ഞക്കാട് നഗരസഭാ സെക്രട്ടറിയുടെ ഔദ്യോഗിക ക്വാർട്ടേഴ്സിന് സമീപത്താണ് 2 നില കെട്ടിടം നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനവും കഴിഞ്ഞ് അടഞ്ഞുകിടക്കുന്നത്. പദ്ധതിയുടെ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തി വയോജന സംരക്ഷണ കേന്ദ്രമാക്കി മാറ്റാനുള്ള ആലോചനയാണ് നഗരസഭ ഉദ്ദേശിക്കുന്നത്. ഇതിനായി ദേശീയ നഗര ഉപജീവന മിഷൻ കുടുംബശ്രീ മിഷനുമായി മാനദണ്ഡങ്ങളിൽ ഇളവ് നൽകണമെന്ന് നഗരസഭ ആവശ്യപ്പെടുന്നുണ്ട്. ഇളവ് ലഭിക്കുന്നതോടെ അഭയകേന്ദ്രം ഉപയോഗിക്കാനാവുമെന്നാണ് പ്രതീക്ഷ. വയോജന സംരക്ഷണത്തിനായുള്ള പദ്ധതിയാക്കി മാറ്റിയാൽ കൂടുതൽ പേർക്ക് ഗുണം ലഭിക്കുമെന്ന് നഗരസഭാ അധ്യക്ഷ അഡ്വക്കേറ്റ് പി നിർമ്മല പറഞ്ഞു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.